ഹായ് ഫ്രണ്ട്സ്, യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ നെയിം ബിജീസ് കിച്ചൺ. ഇന്ന് റവ കൊണ്ട് വട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പരിപ്പ് വട, ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും, പക്ഷേ റവ കൊണ്ട് വളരെ ചുരുക്കമായിരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് റവ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ടിവിടെ 1 കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 3/4 കപ്പ് തൈര്, ഉപ്പ് ആവശ്യത്തിന്. സവാള ഞാനിവിടെ ഒരു ചെറിയ സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഇത്രയുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കുഞ്ഞതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് അത് ഞാൻ ഓരോരുത്തരുടെയും എരിവനുസരിച്ച് ചേർക്കാം, അതും ചെറുതായിട്ട് അരിഞ്ഞത്. കറിവേപ്പില ഒരു തണ്ട് അരിഞ്ഞത്. പിന്നെ മല്ലിയില അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ജീരകം ഒരു 1/2 ടീസ്പൂൺ. കായപ്പൊടി ഒരു 2 പിഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. പിന്നെ ഡീപ് ഫ്രൈക്ക് വേണ്ടിയുള്ള ഓയിൽ. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ നോക്കാം. ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് ഈ റവ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ജീരകം, കായം, ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ തൈരൂടെ കുറച്ച് തൈര് ആദ്യം ഒഴിക്കാം. തൈരൂടെ ഇതിലോട്ട് ഒഴിച്ച് കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അത് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. തൈര് ഒരു ഇത്ര അധികം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തൈര് മൊത്തം കൂടെ ഒരുമിച്ച് ഒഴിക്കാതെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് അത് കുഴയ്ക്കണം. അഥവാ വെള്ളം പോലെ ആയിപ്പോയെങ്കിൽ ഒരു സ്വല്പം കൂടെ റവ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു 15-20 മിനിറ്റ് ഇതിങ്ങനെ നമുക്ക് അടച്ചു വെച്ചേക്കാം. 20 മിനിറ്റായി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ഇത്തിരി എണ്ണ എടുക്കുക. ഈ എണ്ണ നമ്മുടെ കയ്യിൽ ഇങ്ങനെ തടവണം. എന്നിട്ട് ഇതിൽ നിന്നൊരു ഉരുള എടുത്ത് ഇങ്ങനാക്കി കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. ഒത്തിരി വലിയത് ഉണ്ടാക്കേണ്ട, കാരണം റവയുടെ അകമൊക്കെ വേവണം. ഇതുപോലെ ഈ എഡ്ജെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഹോൾ ഇടുക. എന്നിട്ട് ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിം, ഒത്തിരി ഫ്ലെയിം കൂട്ടണ്ട, അത് വേവണാകും. അതൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറഞ്ഞിരുന്നാൽ മതി. അത് 2 സൈഡും മൂത്ത് അത് നമുക്ക് കോരിയെടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. ഇപ്പം ഈ എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ പച്ചവെള്ളവും കയ്യിൽ തേക്കാം. ഒന്ന് പ്രസ് ചെയ്യുക. ഈ എണ്ണയിലോട്ട് ഇടാം. ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തെ മൂത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും നമുക്ക് വറുത്തെടുക്കാം. വട റെഡി ആയിട്ടുണ്ട്. ആ കപ്പിൽ ഇത്രയും വട നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അതുപോലെ ഞാൻ ആ കയ്യിൽ എണ്ണ തേക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കാണിച്ചത്. ഇപ്പം എണ്ണ തേക്കാതെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഒട്ടിയില്ലെങ്കിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ഇതൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു വടയാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വിഭവമായി നമുക്ക് കാണാം. ബൈ, ഗോഡ് ബ്ലെസ് യു.